എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വൈകുന്നേരത്തെ ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നാടൻ മധുര പലഹാരമാണ് കൊഴുക്കട്ട. കൊഴുക്കട്ട തയ്യാറാക്കുന്നതിനായി ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. കൊഴുക്കട്ട തയ്യാറാക്കുന്നതിനായി നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് എടുക്കേണ്ടത്. അരിപ്പൊടിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. നല്ല വെട്ടിത്തിളച്ച വെള്ളത്തിലാണ് ഈ പൊടി കുഴച്ചെടുക്കേണ്ടത്. 1 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെയായി ഈ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് പൊടിയൊന്ന് വാട്ടിയെടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു സ്പൂണ് കൊണ്ട് വേണം ഈ പൊടിയൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇതൊരു 5 മിനിറ്റ് ഈ പൊടിയൊന്ന് അടച്ചു വയ്ക്കാം. ഈ സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ടുന്ന ഫില്ലിങ് തയ്യാറാക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി വരുമ്പോൾ 1/4 കപ്പ് ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ശർക്കരപ്പാനി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചേർത്ത് കൊടുത്തിട്ടുള്ള തേങ്ങ ചിരകിയതും ശർക്കരപ്പാനിയുമായി നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇവയിലേക്ക് 2 ഏലക്ക പൊടിച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ചേർത്ത് കൊടുത്തിട്ടുള്ള ശർക്കരപ്പാനി വറ്റി ഈ ഒരു പാകത്തിനാണ് ഫില്ലിങ് തയ്യാറായി കിട്ടേണ്ടത്. നേരത്തെ ചൂടുവെള്ളത്തിൽ വാട്ടിയ മാവ് കൈകൊണ്ട് കുഴക്കാൻ പറ്റുന്ന ചെറു ചൂടോടുകൂടി തന്നെ മാവ് കുഴച്ചെടുക്കണം. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടി കയ്യിൽ അല്പം എണ്ണയോ നെയ്യോ തടവിയതിന് ശേഷം മാവ് കുഴച്ചെടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആകുന്നവരെയാണ് മാവ് കുഴച്ചെടുക്കേണ്ടത്. തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്നും കുറേശ്ശെയായിട്ട് മാവെടുത്ത് ഇതുപോലെ ഉരുട്ടിയെടുക്കണം. നല്ലതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം ഉരുളയുടെ നടുഭാഗം ഇതുപോലെ പരത്തി കുഴിയാക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ മാവിൻ്റെ കനം ഒരുപോലെയായി കിട്ടും. മാവിന് സൈഡ് ഭാഗം ഒരേ തിക്നെസ്സിൽ ലഭിക്കും. കൊഴുക്കട്ടയ്ക്ക് ആവശ്യമായ ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം ഫില്ലിങ് ഒന്ന് അമർത്തിയതിന് ശേഷം 2 വശവും മാവൊന്ന് ഒട്ടിച്ചെടുക്കണം. മാവ് ഒട്ടിച്ചതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ ഉരുളകളാക്കി എടുക്കണം. ഒരു കൊഴുക്കട്ട തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാം തയ്യാറാക്കിയെടുക്കാം. ഇഡലി പാത്രത്തിലേക്ക് കൊഴുക്കട്ട തയ്യാറാക്കുന്നതിനുള്ള ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് കൊടുത്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിട്ടുള്ള കൊഴുക്കട്ട ഇതിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഈ കൊഴുക്കട്ട 15 മിനിറ്റ് കൊണ്ട് തന്നെ ആവിയിൽ വെന്ത് കിട്ടുന്നതാണ്. കൊഴുക്കട്ട തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.